മക്കളെ ഞാൻ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ തേച്ചുള്ളൂ. 2 പ്രാവശ്യം തേച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം താരൻ എന്ന് പറഞ്ഞൊരു സംഭവം പിന്നെ നമ്മളെ മുടിയിൽ ഉണ്ടാവുകയില്ല. ഈ താരൻ കാരണം നമ്മളെ മുടി വളരെയില്ല. എനിക്കിപ്പോ ഒരു താരനുമില്ല മക്കളെ. അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയാം, നമ്മളെ രാജാവായ ആര്യവേപ്പില. ഞാൻ ചിരിക്കുന്നത് എന്താന്ന് വിചാരിക്കണ്ട കേട്ടോ, മോളിലെ കുട്ടിയുണ്ട് അപ്പുറത്തുനിന്ന് ഗോഷ്ടി കാണിക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് എനിക്കൊന്ന് ചിരി വന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് അതിന് ആര്യവേപ്പില. ഈ ആര്യവേപ്പില നിങ്ങൾ നന്നായിട്ട് കഴുകിയിട്ട് ഇല മാത്രം ഊരിയെടുക്കുക കേട്ടോ. കണ്ടോ, നന്നായി കഴുകിയിട്ട് ഞാൻ ഇല മാത്രം ഊരി എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് അരക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേറെ ഒന്നുകൊണ്ടും അല്ല, നമ്മളെ തൈരില് നിങ്ങൾ ഇതിൽ ഒരിക്കലും വെള്ളം പാർന്ന് അരക്കേണ്ട. ഇനി വെള്ളം പാരുകയാണെങ്കിലും തിളപ്പിച്ച് അരച്ച വെള്ളം, ഇത് വല്ലാതെ ലൂസായിട്ട് അരക്കേണ്ട. നമ്മളിത് ഇനി അരച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് അരയ്ക്കണവരൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾ ഈ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ പോകരുത്. എന്നാൽ ഇതിൽ എന്തൊക്കെ കൂട്ടിയത് ഇൻഗ്രീഡിയൻസ് മുഴുവൻ മനസ്സിലാവില്ല. അപ്പോൾ നമുക്കതിനുള്ള ഫലം കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളുടെ ആര്യവേപ്പില ഇവിടെ അരച്ച് കഴിഞ്ഞു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു പകുതി ചെറുനാരങ്ങയുടെ മുറി മതി കേട്ടോ. ഇത് പിഴിഞ്ഞോളൂ. ഇത് അത്ര വലിയ ചെറുനാരങ്ങയല്ല. ഇത് കുരു വെട്ടുവച്ചാണ്ട് എടുത്ത് കളഞ്ഞോളൂ കേട്ടോ. കുരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് അലിയൊന്നും ചെയ്യില്ല, കുരു നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മളിതിൽ പിന്നെ ചെറുനാരങ്ങ മുറിയാണ് പിഴിയണത്. പിന്നെ നിങ്ങളെ തലയിൽ ഒരു താരനും ഉണ്ടാവില്ല. അത് ആഴ്ചയിൽ നിങ്ങൾ 2 പ്രാവശ്യം തേച്ചാൽ മതി കേട്ടോ. നിങ്ങൾ ഏത് എണ്ണ തേക്കണം, ചായ എണ്ണ ഒരു സ്പൂൺ കേട്ടോ, ഒരു 1/2 സ്പൂൺ ആയാലും മതി. ഒരുപാട് എണ്ണ വേണ്ട. കണ്ടോ, ഞാനൊരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ എണ്ണയുടെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഇടാം കേട്ടോ. അതിൻ്റെ പ്രസ് ബട്ടൺ ഒന്നാണ് അമർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങനെയല്ല, ഈ എണ്ണ നമ്മൾ ഉണ്ടാക്കി സെയിൽ ചെയ്യണമുണ്ട്. വേണ്ട ഒരു നമ്പറും കൊടുക്കുന്നുണ്ട് കേട്ടോ. വാട്സപ്പ് നമ്പർ 96 56 16 29 90. ഇതിൽ വിളിച്ച അമ്മോട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. വേണമെങ്കിൽ ഓർഡർ തരാം, അപ്പോൾ അമ്മ തരും. അപ്പോൾ ഈ എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുടി പെട്ടെന്ന് വളരും കേട്ടോ. നിങ്ങൾക്ക് താരൻ കാരനാണ് ഈ മുടി പല ആൾക്കാർക്കും മുടി കൊഴിയണതേ. അപ്പോൾ താരൻ കാരണം മുടി ചൊറിയ തലയോട്ടി അതിനൊക്കെ ഉള്ള മരുന്ന് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മുടി ചെമ്പൻ കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവില്ലേ ആൾക്കാർക്ക്, പലവർക്കും ആ ചെമ്പൻ കളറൊക്കെ പോയിട്ട് നല്ല കറുത്ത മുടിയായിട്ട് വരും കേട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പോരാ, കുറച്ച് കാലം നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് വാങ്ങി നോക്കി നിങ്ങളെ തലയ്ക്കൊക്കെ സൂട്ടാവുന്നവരെ നമ്മൾ വളരെ കുറച്ച് എണ്ണ കേട്ടോ എടുക്കാവുള്ളൂ. 2 തുള്ളി നമ്മൾ കയ്യിലിട്ട് നന്നായി ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ ആദ്യം അങ്ങനെ പാടുള്ളൂ. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾ കുറച്ച് എണ്ണ തൊട്ട് പെരട്ടാവുള്ളൂ കേട്ടോ. ഇഴകളിൽ തേച്ചോളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് കൂടുതൽ തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് മുടിയിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഇത് മുടിയിൽ തേക്കുമ്പോൾ നിങ്ങളിപ്പോൾ എണ്ണ തേക്കണ്ട, നമ്മളിതിൽ ഓൾറെഡി എണ്ണ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് 1/2 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്താൽ മതി. ചിരി ഇങ്ങനെ വരണേണ്ടിട്ട് ആരും ഒന്നും കരുതണ്ട. മോളുടെ കുട്ടി എന്നോട് ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സൗണ്ട് നമ്മൾ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അവനവിടെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് കുത്തി കുറിക്കുന്നുണ്ട്. സ്കൂൾ കൂട്ടിയിട്ട് ഇവിടെ വന്നതന്നെയാണ്. അപ്പോൾ നമുക്കിനി ഇത് അരിക്കേണ്ടവർ അരിച്ച് തേച്ചോളൂ. അല്ല എന്തെങ്കിലും ഒരു ലേശം പൊടി ഇരുന്നാൽ താരൻ കൂടും കേട്ടോ. എന്ത് തലയിൽ തേക്കുകയാണെങ്കിലും ഏത് താളിയാണെങ്കിലും നിങ്ങൾ നന്നായി അരച്ച് പിഴിഞ്ഞിട്ട് വേണം കേട്ടോ തേക്കാൻ. അപ്പം അമ്മ ഇത് പിഴിഞ്ഞിട്ടാണ് ഇനി തേക്കേണ്ടത്. പിഴിയേണ്ടത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല എന്നേ ഉള്ളൂ. മക്കളെ ഞാൻ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ തേച്ചുള്ളൂ. 2 പ്രാവശ്യം തേച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. കാരണം താരൻ എന്ന് പറഞ്ഞൊരു സംഭവം പിന്നെ നമ്മളെ മുടിയിൽ ഉണ്ടാവുകയില്ല. ഈ താരൻ കാരണം നമ്മളെ മുടി വളരെയില്ല. എനിക്കിപ്പോൾ ഒരു താരനുമില്ല മക്കളെ. അതിൻ്റെ ശേഷം കേട്ടോ എനിക്ക് മുടി വളരാൻ തുടങ്ങിയത്. ഈ താരൻ ആദ്യം നിങ്ങൾ കളയണം. അപ്പോൾ അതിനുള്ളൊരു ഒറ്റമൂലി മൃതസഞ്ജീവനി എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം, എന്നാലേ ഇതിൽ എന്തൊക്കെ ചേർത്തിട്ടുള്ളൂ എന്ന് മനസ്സിലാവുക കേട്ടോ. എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇത് നിങ്ങളെല്ലാവരും അരിച്ചിട്ട് തേക്കണം. ഇത് കൊഴുപ്പിൽ മുടിയിൽ നിൽക്കാൻ പാടില്ല. കാരണം നമ്മളിത് വെള്ളത്തിലല്ല തൈരിലാണ് അരയ്ക്കണത്. അപ്പോൾ നമ്മളിത് കൊഴുകൊഴുങ്ങനെ മുടിയിൽ നിൽക്കണ്ട. നമ്മളൊക്കെ താരൻ പൂവേ വേണ്ടുള്ളൂ കേട്ടോ. ചളി കളയാനല്ലാതെ താരൻ പറ്റ പൂവുള്ളതാണ്. അതിൻ്റെ കൂടെ നമ്മളെ സ്കാൽപ്പ് നല്ല വൃത്തിയാവും ചെയ്യും കേട്ടോ. പിന്നെ സ്കാൽപ്പിൽ ഒരു അശണ്ടി നിൽക്കില്ല. കാരണം നമ്മളെ ചെറുനാരങ്ങ നീര്, ആര്യവേപ്പില, തൈര് നല്ല. പിന്നെ നമ്മൾ തേക്കണ എണ്ണ നിങ്ങൾ കുറച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഒരുപാട് എണ്ണ ഒഴുക്കണ്ട കേട്ടോ. കാരണം നമ്മളിത് നോർമൽ വെള്ളത്തിലാണ്. ഇനി ഷാമ്പു തേച്ചേ കുളിക്കാവൂ എന്നുള്ളവർ ഇന്ന് ഷാമ്പൂവിന് പകരം എന്തെങ്കിലും ഒരു ആയുർവേദ
ഇത് താളികൾ അല്ലെങ്കിൽ നമ്മളെ നാച്ചുറൽ അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ ഓർഗാനിക് ആക്കണം. ചായപ്പൊടി കാപ്പിപ്പൊടി ഇത് എന്തെങ്കിലും ഒന്ന് തിളപ്പിക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഷാമ്പൂ ഇട്ടിട്ട് അതുകൊണ്ട് കഴുകുക. അപ്പം നമ്മളത് ഓർഗാനിക് ഷാമ്പൂ ആയി. അപ്പം നമ്മുടെ ഷാമ്പൂവിൻ്റെ എല്ലാ കേടുകളും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഞാനിതൊന്ന് കുമ്പിട്ട് നിന്ന് തേക്കട്ടെ കേട്ടോ, എല്ലായിടത്തും എത്തണ്ടേ. അപ്പം നമ്മളെ താരൻ 1 or 2 യൂസിൽ പോവണവരെ അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് തലയിൽ തേച്ചിട്ട് അങ്ങനെ നമ്മൾ ഇളകാതെ വെച്ചിട്ട് അങ്ങനെ കഴുകിക്കളയല്ല. ഇത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 മിനിറ്റ് കണ്ടോ കയ്യിൻ്റെ തലപ്പ് കൊണ്ട് ഇതിങ്ങനെ മസാജ് ചെയ്യാൻ കേട്ടോ. നമ്മളെ താരൻ ഉണ്ടെങ്കിൽ കുറേയൊക്കെ ഇളകും. പിന്നെ നമ്മൾ കുളിക്കുമ്പോൾ ആദ്യത്തെ കുളിയിൽ കുറേ അത് കൊഴിഞ്ഞു പോകുന്നുണ്ട്, അതൊരു വെളുത്ത പൊടി ഉള്ളവർക്ക്. രണ്ടാമത്തെ കുളി ആകുമ്പോഴേക്കും അത് പറ്റ പോകുന്നുണ്ട് മക്കളെ. എൻ്റെ മുടിയിലൊരു പ്രാവശ്യം എങ്ങനെ താരൻ വന്നാൽ എനിക്കറിയില്ല. എനിക്ക് ഷുഗറും ഒക്കെ ആയിട്ട് ഞാൻ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് എനിക്ക് കുളിക്കാനേ പറ്റാതെ പനി പിടിച്ച ഒരു ആസ്പത്രിയിൽ 1 മാസം അഡ്മിറ്റായി. അതോടുകൂടി കുളിക്കാനിട്ടാ തോന്നുന്നു. നമ്മൾക്ക് തല കഴുകാനൊന്നും പറ്റില്ലല്ലോ, വയ്യാതെ ചെയ്യുക. അന്ന് എനിക്ക് ബാലൻസ് പ്രശ്നം വന്നു. അതോടുകൂടി എൻ്റെ മുടിയിൽ നിറയെ താരൻ വന്നു. അപ്പോൾ ഈ അസുഖമൊക്കെ മാറി വെക്കുമ്പോൾ മുടിയിൽ താരനൊക്കെ നമ്മൾ എന്തോ വയ്യാതെ കിടക്കുമ്പോൾ അങ്ങനെയാണല്ലോ. എൻ്റെ താരൻ കളഞ്ഞത് ഇങ്ങനെ കേട്ടോ, അത് വളരെ ഒറ്റമൂലിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ നോർമൽ വെള്ളത്തിൽ കഴുകാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊരു മണമൊന്നുമില്ല കുട്ടികളെ, തൈരിനൊന്നും മണമില്ല. തൈരിനെ നമ്മൾ തലയോട്ടി നല്ല ക്ലീൻ ആക്കണതാണ്. ചെറുനാരങ്ങ നീരും കൂടി കൂട്ടിയാൽ പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഷാമ്പു ഉപയോഗിക്കണവർക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ ചെമ്പരത്തി താളിയോ ചെമ്പരത്തിയുടെ പൂവുകൊണ്ടുള്ള താളിയോ എന്തെങ്കിലും തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളിത് അരമണിക്കൂർ മുതൽ 40 മിനിറ്റ് 45 മിനിറ്റ് വരെ വെക്കാൻ വയ്ക്കണവർ വെച്ചോളൂ, എന്നിട്ട് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ നീരിറക്കൊന്നും അങ്ങനെ വരില്ല, പച്ചവെള്ളത്തിലൊന്നും നമ്മൾ അരക്കണില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. ഒരുപാട് കുട്ടികൾ എന്നോട് താരൻ എന്ന് പറയുന്നുണ്ട്, ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ എത്ര ആളോട് നമ്മൾ പറയും, അവർ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അറിയാത്തവരിൽ കൂടി ഷെയർ ചെയ്ത് എത്തിക്കണം കേട്ടോ. ഇത്രയും നല്ലൊരു മരുന്നില്ല മക്കളെ താരന്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. കൂട്ടത്തിലെ ബെല്ലൈക്കൻ അനേബിൾ ചെയ്ത് അമ്മയുടെ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രത്യേകം വീണ്ടും പറയുക, എണ്ണ വേണ്ടവർ ഞാൻ പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സപ്പ് നമ്പറാണ്. അപ്പോൾ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് കൂടെ അപ്പോൾ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.